നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 ആൻഡ് 4ൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആൻഡ് എക്സാം അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് അനാലിസിസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3ഉം 4ഉം കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പരീക്ഷ മാത്രം നോക്കുമ്പോൾ കഴിഞ്ഞ LGS ലെവൽ പോലെയല്ല, കുറേയധികം ചോദ്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ചോദിച്ചിട്ടുള്ള പരീക്ഷ തന്നെയാണ് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസുകാർക്ക് നോർമലൈസേഷൻ കിട്ടാനുള്ളൊരു ചാൻസും കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി 3ഉം 4ഉം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജായിരുന്നു നാലാമത്തെ സ്റ്റേജിനെക്കാട്ടിയും കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജിൽ കുറച്ചധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ കുറച്ചും കൂടെ കൂടുതലായിരുന്നു. മൂന്നാമത്തെ ഫേസിൽ നമ്മൾ കുറച്ച് പണ്ട് തൊട്ടേ കാണുന്ന LGS ടൈപ്പിലുള്ള കുറേയധികം ചോദ്യങ്ങൾ നവോത്ഥാന ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ കൂടുതലായിട്ടും ചോദിച്ചിരുന്നു. നാലാമത്തെ സ്റ്റേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഈസി, സ്റ്റേജ് 4നെക്കാട്ടി ഈസി ആയിരുന്നു. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് എക്സാം. രണ്ടും ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ജോഗ്രഫി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് പരീക്ഷ എഴുതിയവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥയൊന്നും അല്ല, എളുപ്പമാണെങ്കിൽ പോലും നെഗറ്റീവൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് നമുക്കറിയാം ബെവ്കോ LDSനെക്കാട്ടി എന്താണ് വേക്കൻസി കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് നമ്മൾ നടത്തിയ അനാലിസിസ് വെച്ചതിന് ശേഷം ഈ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിൽ പരീക്ഷ എഴുതിയവർ എത്ര മാർക്കിന് മുകളിലോട്ടുള്ളവർ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു അനാലിസിസ് നമ്മൾ ചാനലിൽ പോൾ ഇട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു മാർക്ക് റേഞ്ചിലുള്ളവർക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് സ്റ്റേജ് 3 നോക്കാം. സ്റ്റേജ് 3ൽ LGS ലെവലിൽ ഒരു 66നും 72നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ആണ്. നമ്മൾ സ്റ്റേജ് 1ലെ കട്ട് ഓഫ് പറഞ്ഞത് 60+ ഉള്ളവർക്ക് പഠിച്ചു തുടങ്ങാമെന്നാണ്. ഓരോ സ്റ്റേജിനും ഓരോ കട്ട് ഓഫ് അല്ല, എല്ലാവർക്കും ഓരോ കട്ട് ഓഫ് ആണ്. പക്ഷേ കുറച്ച് പാടുള്ള സ്റ്റേജുകൾ, മറ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് പാടുള്ള സ്റ്റേജിൽ അപ്പിയർ ചെയ്തവർക്ക് കുറച്ച് മാർക്ക് നോർമലൈസേഷൻ വഴി കൊടുത്തിട്ട് എല്ലാവരും ഈക്വലായിട്ടായിരിക്കും PSC ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് കമ്പാരിറ്റീവ്ലി മറ്റ് സ്റ്റേജിനെക്കാട്ടിയും കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് LGSനൊരു 66നും 72നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 50,000 പേരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുമെങ്കിലും ഇപ്പം കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് എല്ലാവരും ഈ ഒരു മാർക്ക് റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 65 റേഞ്ച് ഉള്ളവർക്ക് LGSന് പ്രിപ്പയർ ചെയ്യാം. ബെവ്കോ LDSക്ക് വരുമ്പോൾ ഒരു 71നും 77നും ഇടയ്ക്ക് കട്ട് ഓഫ് വരും. ഈ 77 കണ്ട് ഒരുപാട് പേര് അയ്യോ അത്രയൊക്കെ ആവുമല്ലോ എന്ന് ചിന്തിക്കേണ്ട. കാരണം ബെവ്കോ LDSക്ക് കുറച്ചും കൂടെ വേക്കൻസി കുറവാണ്. അപ്പോൾ ഒരു 70ന് മുകളിലേക്ക് അതിൻ്റെ കട്ട് ഓഫ് പോകാനുള്ള ചാൻസ് ഉണ്ട്. 71 മുതൽ 77 വരെ ബെവ്കോയുടെ കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് ഈ ഒരു റേഞ്ച് ഉള്ളവർ പഠിക്കാം. ഇനി സ്റ്റേജ് 4ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 66 എന്നുള്ളത് ഒരു 63, 62 ആ ഒരു റേഞ്ച് തൊട്ട് ഒരു 70 മാർക്കിൻ്റെ അകത്ത് 70+ പോകാനുള്ള ചാൻസ് കാണുന്നില്ല. 63നും 70നും ഇടയ്ക്കാണ് നാലാമത്തെ സ്റ്റേജിൽ പരീക്ഷ എഴുതിയവർക്ക് കമ്പനി ബോർഡ് LGSന് ചാൻസ് വരുന്നത്. ബെവ്കോ LDC ആണെങ്കിൽ ഒരു 70നും 76നും അത് അതിൻ്റെ ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നില്ല. ഒരു 70, 71 ആ ഒരു റേഞ്ചൊക്കെ കിട്ടിയ ഒരു ബെവ്കോ LDCയും ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കട്ട് ഓഫ് കൂടുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം മറ്റ് സ്റ്റേജിനെക്കാട്ടിലും പരീക്ഷ എളുപ്പമായിരുന്നപ്പോൾ ഒരുപാട് പേര് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് പറയുന്നത് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും ഒരു 60 മാർക്കിന് മുകളിലോട്ടുള്ളവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചു കൊള്ളുക. ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കത് അടുത്ത എക്സാമിന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ പരീക്ഷ വരുന്നുണ്ട്. LGS പ്രിലിംസ് ക്ലിയർ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസത്തിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, VFക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കൊള്ളുക. ഒന്നില്ലെങ്കിൽ അടുത്ത ജോലി നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ചാനലിൽ 90 ദിവസത്തേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം വഴിയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മുതലായിട്ടുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 90 ദിവസത്തെ ഒരു മിഷനാണ്. നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ട് അതിനുള്ള ഫ്രീ ക്ലാസ്സുകൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട്, അപ്പോൾ ഇന്ന് നമ്മുടെ സൺഡേ ആണ്, റിവിഷൻ ഡേ ആണ് പോകുന്നത്. 5 ദിവസമാണ് ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്നവർക്കും കഴിഞ്ഞ
പ്രിലിംസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായാലും കിട്ടുമോ കിട്ടത്തില്ലയോ അതൊക്കെ പോട്ടെ, റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോലി എന്താണ്, പഠനം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിന് ഫോക്കസ് ചെയ്ത് GK പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് LGS മെയിൻസ് ക്രാക്ക് ചെയ്യാനും കൂടെ ഉപകാരപ്പെടും. അപ്പോൾ ഇനി ഇംഗ്ലീഷും മലയാളവും ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞിരിക്കരുത്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കൊള്ളുക. വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഉപകാരപ്പെടും. അതിനുവേണ്ടി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളുക. പെൻഡിങ് ആവാതെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും 1 തൊട്ട് 5 വരെ. അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ പഠനം ആരംഭിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എല്ലാവരും എത്തിക്കോളുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ ഒരു 10th ലെവൽ പ്രിലിംസ് 3-4 സ്റ്റേജുകളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടുക. അതുപോലെ സ്റ്റേജ് 1ൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ നോർമലൈസേഷൻ കിട്ടുമോ, ഒന്നാമത്തെ സ്റ്റേജിൽ എഴുതിയവർക്ക് കുറച്ച് പാടായിരുന്നത് കൊണ്ട് നോർമലൈസേഷൻ കിട്ടുമോ എന്നൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്